ഇന്നിവിടെ ഒരു അച്ചപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഉരുളി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി അതിൽ അച്ചിട്ടേക്കുകയാണ്. അച്ച് കുറേ നേരം ചൂടായ എണ്ണയിൽ ഇട്ടേക്കണം, അല്ലെങ്കിൽ അച്ചിൽ നിന്ന് ഇളകത്തില്ല. പിന്നെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാവ് 3 നാഴി അരി, 3 മുട്ട, 1 തേങ്ങ, അല്പ സോഡാപ്പൊടി, കുറച്ച് പഞ്ചസാര, ഇത്രയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നല്ലവണ്ണം കട്ടിക്ക് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് എള്ളും എടുത്തതിന് ശേഷം എള്ളും ജീരകവും കൂടി ഇടുക. എന്നിട്ട് ഇതുപോലെ കട്ടിക്ക് വെച്ചിട്ട് എണ്ണ ചൂടാക്കി ഇതുപോലെ ഇട്ട് ചൂടാക്കിയിട്ട് ഇതിൽ മുക്കുക. മുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അച്ച് മൊത്തത്തിൽ മുങ്ങല്, 1/4 ഭാഗം വരെ മുങ്ങാവും, അല്ലെങ്കിൽ ഇളവില്ല. അല്പം പിടുത്തം വല്ലതും വരുന്നെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോഴും ഇളവി ഒന്ന് വീണോളും. ആക്കിയിട്ടതായത് കൊണ്ടാണ് അല്പം പിടുത്തമായിട്ട്. എന്നിട്ട് ഇതേപോലെ ചുണ്ടുള്ള ഒരു സാധനം, പണ്ടത്തെ സാധനമാണ്. ആ സാധനം എടുത്ത് വെച്ചിരുന്ന നമുക്ക് അർപ്പോത്തി എന്ന് പറയും. അതെടുത്ത് വെച്ചിരുന്ന നമുക്കിത് കുത്തിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അടുത്തത് ചൂടാവട്ടെ. വീണ്ടും എണ്ണ അച്ച് ചൂട് തന്നെ ആയിരിക്കണം. അച്ച് ചൂടല്ലെങ്കിൽ ഇത് ഇളവില്ല. അടുത്തത് 1/4 ഭാഗം മുങ്ങാവും. അച്ചിങ്ങനെ ഇളകിയിട്ടുണ്ട്. അല്പം കൂടി മൂക്കുമ്പോൾ എടുക്കുക. അങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് മാവ് പൊടിച്ച് വെച്ച് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ പാടുപെട്ടായിരുന്നു പണ്ടുള്ള നമ്മളെ അമ്മമാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൂടി മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി. നോക്ക്, ഇതേപോലെയുള്ളൊരു കണ്ണുള്ള പാത്രത്തിലോട്ട് വയ്ക്കുക. വയ്ക്കുമ്പോൾ പിന്നെ